മറ്റൊരു വാർത്ത കൂടി വരുന്നത് ഇന്നിപ്പോ കോടതി വിധി കേൾക്കാൻ അതിജീവിത കോടതിയിലേക്ക് എത്തില്ല എന്നുള്ളതാണ്. സഹിൻ ആന്റണി തന്നെ തുടരുന്നുണ്ട്. ആ വാർത്തയുടെ കൂടെ വിശദാംശങ്ങളുമായിട്ട് സഹിനെ, വിശദാംശങ്ങൾ. സേതു, മനസ്സിലാക്കാൻ കഴിയുന്നത് അതിജീവിത ഇന്ന് ഈ വിധി കേൾക്കാൻ കോടതിയിലേക്ക് എത്തില്ല എന്നുള്ളതാണ്. പകരം അവർ അവരുടെ തൃശ്ശൂരിലെ വീട്ടിൽ തന്നെ തുടരുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ വിധി പറയുമ്പോൾ പ്രതികളും ഒപ്പം തന്നെ ഈ കേസിൽ അതിജീവിതയും അടക്കമുള്ള ആളുകൾ ഉണ്ടാകുമെന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യം കരുതിയിരുന്നെങ്കിലും അതിജീവിത ഇന്ന് ഈ കോടതിയിലേക്ക് എത്തില്ല. പകരം അവരവരുടെ വീട്ടിൽ തന്നെ തുടരുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം കോടതി, ഈ കാണുന്ന കോടതി, ഈ കോടതിക്ക് നിരവധി കഥകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. 2017 ഫെബ്രുവരി 17 തീയതിയാണ് നടി ആക്രമിക്കപ്പെട്ടതെങ്കിൽ ഇതിലെ മുഖ്യ പ്രതിയായിട്ടുള്ള പൾസർ സുനി 2017 ഫെബ്രുവരി 27 തീയതി ഇവിടെ തന്നെയുള്ള CJM കോടതിയിൽ വന്ന് സറണ്ടർ ആകാൻ ശ്രമിച്ചിരുന്നു. അന്ന് പോലീസുകാർ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ CI അടക്കമുള്ള ആളുകൾ, ACP അടക്കമുള്ള ആളുകൾ അന്ന് ഇവിടെ നിന്നുമാണ് പൾസർ സുനിയെ പിടിച്ച് ആലുവ പോലീസ് ക്ലബിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീടാണ് ഈ കേസിൽ ദിലീപിന്റെ പങ്കടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നതും. പിന്നീട് 2018 ജൂലൈ 10 തീയതിയാണ് ദിലീപ് അറസ്റ്റിലാകുന്നതും. 2018 ജൂൺ 29 തീയതി ദിലീപിനെ ആലുവ പോലീസ് ക്ലബിൽ മണിക്കൂറുകളോളം 13 മണിക്കൂറായിരുന്നു പോലീസ് ചോദ്യം ചെയ്തിരുന്നത്. നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഇടപെടലുകൾ ഓരോന്നും അക്കമിട്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പോലീസ് ഇത് സംബന്ധിച്ചുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരുന്നതും. ആ കുറ്റപത്രത്തിൽ തന്നെ ദിലീപ് വ്യാജ വാട്സപ്പ് ഗ്രൂപ്പുകൾ അടക്കം നിർമ്മിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം പോലീസ് ചൂണ്ടിക്കാണിച്ചിരുന്നു. മറ്റൊന്ന്, ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള പണമിടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകൾ പോലീസ് കൈമാറിയിരുന്നു. മറ്റൊന്ന്, ഇത് ഒരു കൊട്ടേഷനാണ്, ബലാത്സംഗ കൊട്ടേഷൻ, രാജ്യം കേൾക്കാത്ത ഒരു കൊട്ടേഷൻ, ബലാത്സംഗ കൊട്ടേഷൻ. ഒരു സ്ത്രീയുടെ മാനം അപഹരിക്കുന്നതിന് വേണ്ടി കൊട്ടേഷൻ നൽകുക എന്ന അപൂർവമായ ഒരു കേസാണ് ഇതെന്നുള്ള കണ്ടെത്തലുകളിൽ പോലീസ് എത്തിച്ചേരുകയായിരുന്നു. നേരത്തെ ശബ്ദം സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൂഢാലോചനയോടൊപ്പം തന്നെ ദിലീപിന് ഈ കേസിൽ മറ്റു വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കേസിലെ 8ാം പ്രതിയായിട്ടുള്ള ദിലീപിന്റെ സാന്നിധ്യം തന്നെയാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും രാജ്യത്താകമാനമുള്ള മാധ്യമപ്രവർത്തകർ ഇങ്ങോട്ടേക്ക് രാവിലെ മുതൽ തന്നെ എത്തിയിരുന്നു. ഒട്ടുമിക്ക മാധ്യമങ്ങളിലെയും പ്രവർത്തകർ, ജീവനക്കാരെല്ലാവരും തന്നെ ഇന്ന് രാവിലെ മുതൽ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ തന്നെ കോടതി പരിസരത്ത് മാധ്യമപ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ പോലീസ് ഇവിടെ ഇന്ന് കാവലേർപ്പെടുത്തുമെന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട്. കൂടുതൽ പോലീസുകാരെ ഇങ്ങോട്ടേക്ക് വിന്യസിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. 11 മണിയോടുകൂടി തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. അതിനുശേഷം ഏറെക്കുറെ 12 മണിയോടുകൂടി വിധി പറയും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിലാണ് മുഖ്യപ്രതി പൾസർ സുനിയുടെ അമ്മ ഒരു ഹർജിയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പൾസർ സുനിയുടെ അക്കൗണ്ട് കോടതി നേരത്തെ മരവിപ്പിച്ചിരുന്നു. ആ അക്കൗണ്ട് മരവിപ്പിച്ച കോടതി നടപടി പുനഃപരിശോധിക്കണമെന്നാണ് പൾസർ സുനിയുടെ അമ്മ ശോഭന ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്ന്, അതിജീവിത ഇന്ന് കോടതിയിലേക്ക് എത്തില്ല. അതിജീവിത കോടതിയിലേക്ക് എത്താതെ പകരം അവരുടെ വീട്ടിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. സേതു.